ഞാനൊരു ഉഡായിപ്പ് സൈക്കോളജിസ്റ്റ് ആണോ അതോ വൃത്തികെട്ടവനാണോ? മെഹുന ആരംഭിക്കലാമ. നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പരിചയക്കാരുടെ അടുത്ത് വെട്ടി തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അവർ നമ്മൾ ജഡ്ജ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഈ സീക്രട്ട് നമുക്കെതിരെ തന്നെ വന്നേക്കാം. പക്ഷേ ഈ രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് ധൈര്യമായിട്ട് മനസ്സോളം സംസാരിക്കാൻ പറ്റും. നമ്മൾ സുധു ചേച്ചി വിളിച്ച പോലെ ഒരു ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങൾക്ക് വിളിക്കാം. അങ്ങനെ എന്നെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ ലോകത്ത് ആരുമില്ല എന്ന് തോന്നലുള്ള ചിലര് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവരെ ക്ഷമയോടെ കേൾക്കും. എന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അവരോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആരോടും പറയാൻ പറ്റാതെ ഉള്ളിൽ വെച്ചിരുന്ന ഒരു രഹസ്യം ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ രണ്ടുപേരും തമ്മിൽ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു സൊല്യൂഷൻ ലഭിക്കും. അതിപ്പോ ഒരു നാർസിസ്റ്റിന്റെ പീഡന കേസ് ആണെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിന്റെ കൗൺസിലിംഗ് അല്ല ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇതുപോലൊരു സൈക്കോപാത്തിന്റെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ കൂടെ എങ്ങനെ ജീവിച്ചു പോകാം, അല്ലെങ്കിൽ അവർ കാരണം നിനക്ക് നഷ്ടപ്പെട്ട ആരോഗ്യവും ജീവനും എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നൊക്കെയുള്ള എന്റെ അനുഭവങ്ങളും അതിനുവേണ്ടിയുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസുമാണ് ഒരു സ്ട്രേഞ്ചർ ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ അവരോട് സംസാരിക്കുന്നത്. സ്വന്തം അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിന് ഞാൻ ഇനി കോളേജിൽ പോയി ഡിഗ്രി എടുക്കണമെന്നാണ് ചിലർ പറയുന്നത്. ഞാൻ പ്രൊഫഷണൽ അല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ 4500-ലധികം ആൾക്കാർ പേയ്മെന്റ് ചെയ്ത് എന്നെ വിളിച്ചിട്ടുള്ളത്. ഈ വിളിച്ചവരിൽ സൈക്കോളജിസ്റ്റും ഡോക്ടേഴ്സും വക്കീലന്മാരും രാഷ്ട്രീയക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ട്. അവരെന്നെ വിളിച്ചതിന്റെ കാരണം ഞാൻ പറയുന്നത് അവരുടെ ലൈഫിൽ റിലേറ്റബിൾ ആയതുകൊണ്ടാണ്. ഈ അനുഭവങ്ങൾ ഇല്ലാത്തവർക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ ഞാൻ ഒരു വൃത്തികെട്ടനായിട്ട് തോന്നിയേക്കാം. ഞാൻ കാരണം ഈ 4500 ആൾക്കാരുടെ ജീവിതം നശിച്ചു പോയെങ്കിൽ അവരിൽ ഒരാൾ പോലും എനിക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നില്ല? ഈ സ്റ്റുഡിയോയിൽ മേക്കപ്പ് ഇട്ടിരുന്ന് തൊലിക്കുന്ന ചില പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. ആ പ്രശ്നത്തിന് കാരണം അവരുടെ വായിൽ നിന്ന് വരികയും ചെയ്തു. ഞാൻ ആൾക്കാരോട് സംസാരിച്ച് 2 കാർ മേടിച്ചെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ച് ശ്രദ്ധിച്ച് കേട്ടാൽ കേസ് കൊടുക്കും. ഒരു ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്ത റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാം. ബയോ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ശരിയാക്കാം.